ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇസ്ലാമിക തീവ്രവാദത്തെ ഇല്ലാതെയാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ശക്തരായ നേതാക്കന്മാര് ആവശ്യമാണ്. പെഹൽഗാമിൽ സംഭവിച്ചു, മോദി തിരിച്ചടിച്ചല്ലോ, നല്ല കാര്യല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണ്ടേ? കാരണം വെച്ചാൽ പോരാടിയത് പെഹൽഗാം പോലെയുള്ള മതവും ചോദിച്ചുകൊണ്ട് തുണിയും വന്ന് പൊക്കി വെച്ച് എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവനെ വെടിവെച്ച് കൊന്ന ആ ഒരു രീതി ഞാൻ ചോദിക്കട്ടെ, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ തീവ്രവാദം വളർത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇത് ഇല്ലാതെയാക്കാൻ, ഇസ്ലാമിക തീവ്രവാദം ഇല്ലാതെയാക്കാൻ ശക്തന്മാരായ നേതാക്കന്മാരും ലോകത്തുയരണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തോട് എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വാഗതം. അതല്ലാതെ ഞാൻ മുസ്ലിങ്ങളെ ഇല്ലാതെ ആക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഇനി ഞാൻ പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. മുസ്ലിങ്ങളെ ഇല്ലാതെ ആക്കണമെന്ന് ഞാൻ പറഞ്ഞ ഓഡിയോ കേൾപ്പിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിസു മുഹമ്മദിനെ പോലെ തന്നെ നുണയനാണ്. ഈ മുഹമ്മദ് നുണ പറഞ്ഞ് സഹാബിമാരെയൊക്കെ കൂട്ടി ഇങ്ങനെ നാലാളാവാൻ ശ്രമിച്ച പോലെ ഇന്ന് നിസു ക്ലബ് ഹൗസില് എന്നെ കുറിച്ച് നുണ പറഞ്ഞ ഒരാളാവാനായിട്ട് ശ്രമിക്കുന്നത്. നിസുവിന്റെ ഒരു പരിധി വരെയൊക്കെ വിജയിക്കും. കാര്യം ഈ പാവം മുസ്ലിങ്ങൾ ഇതൊന്നും ചിന്തിക്കത്തില്ല. എനിക്കിപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിസു ബബ്ബപ്പ അടിക്കല്ലാതെ ആ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റില്ല. ധൈര്യമുണ്ടെങ്കിൽ കേൾപ്പിക്കാം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്നിനിപ്പോ ഈ AI ജനറേറ്റഡ് ഓഡിയോ കൊണ്ടൊന്നും വരരുത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ് ഹൗസിൽ നിന്ന് അത് കേൾപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം. അതല്ലാതെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലോ അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പും പുറകിലുമായിട്ട് ഉള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സിന്റെ ഓക്കെ ഒരു ഓഡിയോ കേൾപ്പിച്ചാൽ മതി. അതിന്റെ കോണ്ടെക്സ്റ്റില് ഞാൻ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞ് ക്ലബ് ഹൗസ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഈ പരിപാടി നിർത്തും. ഇനി മേലാൽ ഇസ്ലാമിനെ വിമർശിക്കത്തുമില്ല. എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ക്രൂസും ചെയ്യും. പക്ഷെ നിസുവിന് ഉറപ്പുണ്ടെങ്കിൽ, മുഹമ്മദിനെ പോലെ നുണയനല്ല ഞാൻ എന്നുള്ള ഉറപ്പ് നിസുവിന് ഉണ്ടെങ്കിൽ ചലഞ്ച് ഏറ്റെടുക്കുക, ധൈര്യമായിട്ട് വരിക, ഓഡിയോ കേൾപ്പിക്കുക. ഇസ്ലാമിനെ വിമർശിക്കും, തീർച്ചയായിട്ടും വിമർശിക്കും. ആതങ്കവാദ അല്ലെങ്കിൽ ഭീകരവാദം, തീവ്രവാദ സ്വഭാവമുള്ള ആയത്തുകളെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും. ഇപ്പൊ കുറച്ചു മുമ്പ് നജീബ് പറഞ്ഞു, ഇനി ഇസ്ലാമിക തീവ്രവാദമല്ല ഏത് തരത്തിലുള്ള തീവ്രവാദമാണെങ്കിലും നമ്മൾ എതിർക്കണം. ഞാൻ എന്താ പറഞ്ഞേ? 100% ശരി. പുള്ളി പറഞ്ഞു അത് ഏത് തീവ്രവാദമായാലും നമ്മൾ എതിർക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇസ്ലാമിക തീവ്രവാദം മാത്രമല്ല, ഇനി ഏത് തരത്തിലുള്ള തീവ്രവാദമായാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. എന്താ സംശയമേ? യേശുവിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും എവിടെയെങ്കിലും പോയി കൊല്ലാൻ ചെന്നാൽ അവനെ എതിർക്കല്ലാതെ വേറെ എന്താ ചെയ്യണ്ടേ? സപ്പോർട്ട് ചെയ്യണോ? ഇനിയിപ്പോ ഈ മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞുകൊണ്ട് ബോംബിടുകയും കഴുത്തു വിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മുസ്ലിങ്ങൾ എന്ന് പറയാൻ പാടില്ല, ഇസ്ലാമിക തീവ്രവാദികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് തല വെട്ടിയും ബോംബിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പൊ പ്രൈസ് ദി ലോർഡ് എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പോയി കഴുത്തു വിട്ടു തല വിട്ടു ബോംബിടു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റൂ? എതിർക്കണം. ഒരു സംശയവും ഇല്ല. തീവ്രവാദം ഏതായാലും തീവ്രവാദമാണ്, അത് എതിർക്കണം. ഒരു സംശയമില്ല. അതിനാംബിയറുള്ള കഴിവുള്ള നേതാക്കന്മാര് വേണം. അത് ഇസ്ലാമിൽ ആദ്യം ഉയരട്ടെ. കാരണം ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിന്റെ മുഖത്തെയാണ്
മുഖത്തിലാണ് കരിവാരി തേച്ചേക്കുന്നത്. ഇസ്ലാമിന്റെ മുഖം ഇന്ന് ഇത്രമാത്രം കരിവാരി തേക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രമാത്രം ഇസ്ലാമിന്റെ മുഖം വികൃതമായിട്ടുണ്ടെങ്കിൽ അത് എക്സ് മുസ്ലിംസ് അല്ല ചെയ്തേക്കുന്നത്, അത് ഇസ്ലാമിനെ വിമർശിക്കുന്നവരല്ല ചെയ്തേക്കുന്നത്, അത് ഇസ്ലാമിക തീവ്രവാദികളാണ് ഇസ്ലാമിന്റെ മുഖത്തെ വികൃതമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഇതുപോലെയുള്ള ഖുറാന്റെ ആയത്തുകൾ എടുത്തു മാറ്റുന്നതും അതുപോലെ ഇസ്ലാമിക തീവ്രവാദം ഇല്ലാതെയാക്കാൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതും. അതിനെന്താ കുഴപ്പമെന്താണ്? അങ്ങനെയുള്ള ആമ്പിള്ളേർ ഉണ്ടാവട്ടെ എന്ന് ഇസ്ലാമില്, തിരിച്ചറിവുള്ള ആമ്പിള്ളേർ ഉണ്ടാവട്ടെ. ഓക്കെ, ഇനി മുമ്പോട്ട് പോട്ടെ. അടുത്തത് പോന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതിന്റെ ചർച്ച വരെ ഞാൻ കേട്ടതാണ് നിങ്ങൾക്ക് ചോദിച്ചത്. അപ്പൊ നമ്മള് ഞാൻ ശരിക്കണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ കാര്യം സംഭവം ശരിയാ. എന്താന്നറിയാം, ഞങ്ങളുടെ ആ ഒരു പിടുത്തം പിടിച്ച് നിന്ന കാരണം എന്താണെന്നറിയാം, എനിക്കൊരു സംഗതി എനിക്ക് മനസ്സിലായി. അതായത് ഇവര് നോളേജ് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ല. അതായത് ഇസ്ലാം മതത്തിന് മാത്രം കുറ്റം വരാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. എനിക്ക് ഏകദേശം ഒരു 3/4 ഭാഗം എത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് ക്വസ്റ്റ്യനായിട്ട് നമ്മള് ആൻസർ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തര് ഇടയിൽ വേറെ വേറെ ക്വസ്റ്റ്യനായിട്ട് ചാടുന്നു. എതിർക്കലല്ല അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിനെ സദസ്സിലിരുത്തിക്കുക, എന്നിട്ട് ഇങ്ങനെ നിരന്തര ചോദ്യങ്ങൾ. ഇപ്പം നിങ്ങളിപ്പോ എല്ലാ ഖുർആൻ ഓതുകയും വായിക്കുകയും ചെയ്തോ തർക്കിക്കാൻ വേണ്ടിയിട്ടോ പഠിക്കുകയോ ഒന്നും ചെയ്ത ആളല്ല. സാധാരണക്കാരാണ്. ഇവരുടെ കയ്യിലുള്ളത് തർക്കത്തിന് ഉപയോഗിക്കപ്പെടുന്ന വചനങ്ങളും അതേപോലെ ഹദീസുകളും വെച്ചിട്ടാണ് ഇവർ ഇത് യന്ത്രം തർക്കിക്കുക. പൊതുവെ നമ്മള് ഈ ഫോർ എക്സാമ്പിൾ നമ്മള് മദ്രസകളിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മുടെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ പരലോകത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഹദീസുകൾ എന്ന് പറയുന്നത് എന്താണ്? ഹദീസുകൾ എന്ന് പറയുന്നത് പ്രവാചകൻ കാണിച്ചു തന്ന കർമ്മം ഒരുപാടുണ്ട്. ഹദീസുകള് ഇപ്പം ഇമാമിന്റെ കെട്ടിച്ചമച്ച ഹദീസുകളുണ്ട്. നിങ്ങൾക്കറിയോ? നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഈ ഹദീസ് നമ്മളെ സംബന്ധിച്ച് മദ്രസയിലും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവന്മാര് ഇത് സുയൂത്തി ഇമാമിന്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് കുതിരയുടെ വിയർപ്പിൽ നിന്നാണ് പച്ച നുണ പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയവരവര്. ഇതെല്ലാം 5 വർഷം മുമ്പ് നമ്മൾ എടുത്ത് മടക്കി ഉള്ളിലാക്കി കൊടുത്തു. അപ്പൊ ഈ വിഭാഗത്തിന്റെ ഉള്ളിൽ ഇവരെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കിട്ടില്ല സുയൂത്തി ഇമാമിന്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ ഹദീസിന്റെ ഇതും തരും. അപ്പൊ കെട്ടിയാക്കപ്പെട്ട ഹദീസ് അല്ലെങ്കിൽ കെട്ടി വെക്കപ്പെട്ട ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് സുയൂത്തി ഇമാമിന്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ കെട്ടിച്ചവക്കപ്പെട്ടത് എന്നത് കട്ട് ചെയ്തിട്ട് സുയൂത്തി ഇമാമിന്റെ ഹദീസ് എന്ന് പറഞ്ഞ് വെച്ച് മഹാകള്ളന്മാരാണ് ഈ എക്യുപ്പും ഇവന്റെ കൂടെ ഇരിക്കുന്ന കൂട്ടാളികളും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദഅവത്ത് നമ്മളിവിടെ ഇരുന്നാൽ മതി. നിങ്ങൾക്കറിയാം 5 പേര് ഇവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഒരു ദഅവത്തും ചെയ്തിട്ടില്ല. ഒരു ദഅവത്തും ചെയ്തില്ല. 2 ക്രിസ്ത്യാനികളും 2 ഹിന്ദുക്കളും. അവിടെ നിർത്തണേ. നിസുവിന് വീണ്ടും എന്റെ ചലഞ്ച്. ഞാൻ അങ്ങനെ സുയൂത്തിയുടെ കോട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു പഠിപ്പിക്കലോ അല്ലെങ്കിൽ ഞാൻ എന്റേതായ ഒരു പ്രസ്താവനയോ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിസുവിന് ധൈര്യമായിട്ട് അത് കേൾപ്പിക്കാം. നിസു, ഞാൻ പബ്ലിക് ആയിട്ടല്ലേ പറയുന്നത്, ഞാൻ ക്ഷമയും പറയാം. എന്റെ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചാൽ മതി. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഈ പാവം മുസ്ലിമിനെ ഈ റൂമിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറിച്ച് നുണ പറയാണ്. അദ്ദേഹം ക്രോസ് ചെക്ക് ചെയ്യത്തില്ല. ഒരൊറ്റ മുസ്ലിമും ചോദിക്കത്തില്ലേ എക്യുപ്പ് എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? എക്യുപ്പ് സുയൂത്തിയുടെ അങ്ങനെ ഹദീസ് കോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ മുസ്ലിം ചോദിക്കില്ല. ഈ ഒരു ഉറപ്പ് ആർക്കുണ്ട്? നിസുവിനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാത്തതും ഞാൻ പഠിപ്പിക്കാത്തതുമായ കാര്യം എന്നെ കുറിച്ച് പറഞ്ഞ് മുഹമ്മദ് നുണ പറയുന്നത് പോലെ നിസുവും നുണ പറഞ്ഞ് ഇസ്ലാമിനെ രക്ഷിക്കാൻ നോക്കുകയാണ്. നടക്കട്ടെ നിസു, നല്ല കാര്യം. നിങ്ങൾക്ക് അങ്ങനെയേ ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇനി 2, അതല്ല, എന്റെ ഓഡിയോ കൊണ്ടുവന്നാൽ ഞാൻ പറയാണ്, ഞാൻ ആ വിഷയത്തിൽ ക്ഷമ പറഞ്ഞിരിക്കും. ഓക്കെ, 1. 2, ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഏതാണ്ട് വിശ്വാസികൾക്ക് തന്നെ മനസ്സിലായി
ഹദീസുകളിൽ തള്ളാൻ പറ്റുന്നതുമുണ്ട്, കൊള്ളാൻ പറ്റുന്നതുമുണ്ട്. നെതന്യാഹുവിനെ പോലെ, ട്രംപിനെ പോലെ, യോഗിയെ പോലെയൊക്കെയുള്ള ഭരണാധികാരികൾ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. സംശയം എന്താണ്? അദ്ദേഹം പറഞ്ഞത് നെതന്യാഹു കുട്ടികളെ കൊല്ലുന്ന ആളാണ്, സ്ത്രീകളെ കൊല്ലുന്ന ആളാണ് എന്നാ പറഞ്ഞത്. ഹമാസ് ഭീകരർ ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി കൊന്നതിൽ 1400 പേരുണ്ടായിരുന്നു. അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, വൃദ്ധരുണ്ട്, രോഗികളുണ്ട്. എന്തേ അവർക്ക് വേണ്ടി നിങ്ങൾ ആരും കരയാത്തത്? ഇരിക്കട്ടെ. ആയത്തുള്ള അലി ഖൊമേനി വളരെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തിയാണ്. കാരുണ്യത്തിന്റെ തിരുദൂതനെന്നൊക്കെ ഈ കാലഘട്ടത്തിൽ പറയാവുന്ന, ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബി എന്നൊക്കെ പറയാം. അത്ര കണ്ട് കാരുണ്യം വടിഞ്ഞൊഴുകുന്ന, കരകവിഞ്ഞൊഴുകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്ക് ആദ്യം നമ്മുടെ ആയത്തുള്ള അലി ഖൊമേനി ഇറാനിൽ ചെയ്ത ചില കാരുണ്യ പ്രവർത്തികളെ കുറിച്ചിട്ട് നമുക്കൊന്ന് കേൾക്കാം. കാരണം ആര് നല്ലത് ചെയ്താലും നല്ലതിനെ അംഗീകരിക്കണമല്ലോ, അതാണ് യുക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആദ്യം അതൊന്ന് കേൾക്കാം. തങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇറാനിലെ ഭരണകൂടം എന്നും ക്രൂരമായ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനുവരിയിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കും അവർക്ക് ചികിത്സ നൽകിയവർക്കും നേരെ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന കിരാത നടപടികൾ വംശഹത്യയ്ക്ക് തുല്യമാണ്. പ്രതിഷേധങ്ങളിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകിയതിന്റെ പേരിൽ 2 നേഴ്സുമാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ക്രൂരമായ പീഡനത്തെ തുടർന്ന് ഒരു നേഴ്സിന്റെ ഗർഭപാത്രവും കുടലും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു. തടങ്കലിൽ നേരിട്ട ആഘാതത്തിൽ മാനസിക നില തെറ്റിയ ഇവർ തന്നെ മരിക്കാൻ അനുവദിക്കണമെന്നാണ് ഡോക്ടർമാരോട് അപേക്ഷിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം 12 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 14 വയസ്സുള്ള ആൺകുട്ടികൾ വരെ IRGC ഏജന്റുമാരുടെ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. 19 വയസ്സുകാരനായ അമീർ ഹുസൈൻ ഖാദർസാദയുടെയും അദ്ദേഹത്തിന്റെ 14 വയസ്സുള്ള 2 സഹോദരിമാരുടെയും നഗ്നരാക്കിയുള്ള പരിശോധനയും തുടർന്നുണ്ടായ അതിക്രമങ്ങളും ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. ടെഹ്റാനിലെ രാജായി കാർഡിയോവസ്കുലർ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ നഴ്സുമാരാണ് ക്രൂരമായ പീഡനത്തിന് ഇരയായത്. ഇവരുടെ ഗർഭപാത്ര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നുവെന്ന വിവരം പുറത്തു വരുമ്പോൾ ആക്രമണം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 33 വയസ്സുള്ള ആ നേഴ്സ് അനുഭവിച്ച ആഘാതം അത്രമേൽ വലുതാണ്. മാനസിക നില തെറ്റിയ ഇവർ തന്റെ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവരെ ആശുപത്രി കിടക്കയിൽ ബന്ധിച്ചിരിക്കുകയാണ്. IRGC സുരക്ഷാ സേനയുടെ കർശന നിരീക്ഷണത്തിലാണ് ഇവർ ഇപ്പോഴുള്ളത്. പ്രതിഷേധക്കാരെ ഭയപ്പെടുത്താൻ IRGC നടപ്പിലാക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ നീണ്ട ചരിത്രത്തിന്റെ തുടർച്ചയാണിത്. 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗം ചെയ്യപ്പെട്ടതായി ആംനസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നു. പീഡനങ്ങൾക്കും ക്രൂരമായ കൊലപാതകങ്ങൾക്കും അറസ്റ്റുകൾക്കും പുറമെ നിർബന്ധിത കുറ്റസമ്മതങ്ങൾക്കായി ഇറാൻ ഭരണകൂടം ലൈംഗിക അതിക്രമങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുള്ളതാണ്. അമീർ ഹുസൈൻ ഖാദർസാദെ എന്ന 19-കാരന്റെ വീട്ടിലേക്ക് IRGC ഏജന്റുമാർ ഇരച്ചുകയറി നടത്തിയ ക്രൂരത ഏവരെയും ഞെട്ടിക്കുന്നതാണ്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ ശരീരത്തിൽ പെല്ലറ്റുകൾ തറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി അമീർ ഹുസൈനെയും അവന്റെ 2 സഹോദരിമാരെയും, ആ സഹോദരിമാർക്ക് വെറും 14 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, അവരെ പൂർണ്ണമായി നഗ്നരാക്കി. ഇതിനു പിന്നാലെ അവരെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയും അമീർ ഹുസൈനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അവനെ എങ്ങോട്ടാണ് മാറ്റിയതെന്നോ നിലവിലത്തെ അവസ്ഥ എന്താണെന്നോ ഒന്നും വെളിപ്പെടുത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. 2022 ഹിജാബ് ധരിച്ചില്ല എന്ന് ആരോപിച്ച് ഇറാന്റെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്ത 22-കാരി മഹ്സ അമിനിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും IRGC അന്ന് ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കിയിരുന്നു. ആ സമയത്ത് ബലാത്സംഗം, കൂട്ടബലാത്സംഗം എന്നിവയുൾപ്പെടെയുള്ള ക്രൂരതകൾക്കിരയായ 26 പുരുഷന്മാരും 12 സ്ത്രീകളും 7 കുട്ടികളും ഉൾപ്പെടെ 45 പേർ ആംനസ്റ്റിയോട് തങ്ങൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി 12 വയസ്സുള്ള കുട്ടികളെ പോലും മർദ്ദനം, ചാട്ടവാറടി, ഷോക്ക് ഏൽപ്പിക്കൽ, ലൈംഗിക പീഡനം തുടങ്ങിയ ഭീകരമായ പീഡന മുറകൾക്ക് ഇറാന്റെ ഇന്റലിജൻസ് സുരക്ഷാ സേനകൾ വിധേയരാക്കിയതായി സംഘടന റിപ്പോർട്ട് ചെയ്തു. പോലീസിന്റെ പ്രത്യേക വിഭാഗത്തിന്റെ വാനിൽ വെച്ച് തന്നെ ഒരു സംഘം ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചതായി ഇരയായ ഫർസാദ് എന്ന വ്യക്തി വെളിപ്പെടുത്തിയിരുന്നു. തന്റെ മകനെ തടങ്കലിൽ വെച്ചിരുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ ഹോസ് വൈപ്പ് ഉപയോഗിച്ച് പീഡിപ്പിച്ചതായി ഒരു അമ്മയും വെളിപ്പെടുത്തിയിരുന്നു. സ്വന്തം പൗരന്മാർക്ക് നേരെ ഇറാൻ ഭരണകൂടം നടന്ന കിരാതമായ പ്രതികാര നടപടികളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണിത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ IRGC ഉദ്യോഗസ്ഥർ കൂട്ടക്കൊല ചെയ്തതിന് പിന്നാലെ പരിക്കേറ്റവരെ സഹായിച്ച് ആരോഗ്യ പ്രവർത്തകരെയും അവർ ക്രൂരമായി പീഡിപ്പിക്കുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. IRGC അതിക്രമത്തിനിരയായ നഴ്സുമാരിൽ ഒരാൾ ഇന്ന് ജീവിക്കാൻ തന്നെ വളരെയധികം പാടുപെടുകയാണ്. ഈ നേഴ്സിനെ നിലവിൽ മലവിസർജനത്തിനായി കൃത്രിമ മാർഗമായ കൊളോസ്റ്റമി ബാഗിനെ ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത്. തടങ്കലിൽ നിന്ന് മോചിതയാകാൻ ഒരു IRGC ഏജന്റിനെ വിവാഹം കഴിച്ചുവെന്ന രേഖയിൽ ഒപ്പിടാൻ ഈ നേഴ്സ് നിർബന്ധിതയായെന്നും അവരുടെ കുടുംബം അയാൾക്ക് വലിയൊരു തുക നൽകേണ്ടി വന്നുവെന്നും ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. താൻ നേരിട്ട ക്രൂരതകൾക്ക് ഉത്തരവാദികൾ കലാപകാരികളാണെന്ന് കുറ്റപ്പെടുന്ന പ്രസ്താവനയിലും ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ജനുവരിയിൽ ഇറാനിൽ നടന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകി എന്നതായിരുന്നു ഇവർ ചെയ്ത കുറ്റം. അതിനാണ് ഈ നേഴ്സ് ഇത്രയും വലിയ വേട്ടയാടൽ നേരിട്ടത്.
തലസ്ഥാനത്തെ വാലിയസർ മേഖലയിലുള്ള ഈ നഴ്സുമാർ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് ജനുവരി 8 വൈകുന്നേരം IRGC സേനയുടെ വെടിയേറ്റവർ ഉൾപ്പെടെ നിരവധി പ്രതിഷേധക്കാരെ എത്തിച്ചിരുന്നു. പരിക്കേറ്റവരെ സഹായിക്കരുതെന്ന് IRGC ഏജന്റുമാർ ആശുപത്രി ജീവനക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന 27 നഴ്സുമാരിൽ 14 പേർ ഈ ഭീഷണി അവഗണിച്ച് പരിക്കേറ്റവരോട് സഹതാപം പ്രകടിപ്പിച്ചു. അവരെ ചികിത്സിക്കുകയും ചെയ്തു. 2 പുരുഷ നഴ്സുമാരെയും അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. നഴ്സുമാർ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനിടെ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയ IRGC സേന രോഗികൾക്ക് നേരെ വെടിയുതിർത്തു. പരിക്കേറ്റവരെ രക്ഷിക്കാൻ ശ്രമിച്ച 2 നഴ്സുമാർ കൊല്ലപ്പെടുകയും മറ്റുള്ളവരെ ക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തുടരുതെന്ന് ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ മൃതദേഹങ്ങൾ അവിടെ കിടന്ന് ജീർണിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. പിന്നീട് ഈ 2 നഴ്സുമാരുടെ മൃതദേഹങ്ങൾ കഹരിസാക്കിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രതിഷേധത്തിന്റെ പേരിൽ ഭരണകൂടം ആയിരങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ മൃതദേഹങ്ങൾ ബാഗുകളിലാക്കി കൂട്ടിയിട്ടിരുന്ന സ്ഥലമായിരുന്നു അത്. ജനുവരിയിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ തടങ്കലിലായ 15-17 വയസ്സുള്ള 2 പെൺകുട്ടികളെ സൈനികർ ബലാത്സംഗം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കിടയിൽ ഭീതി പടർത്തുന്നതിനായി ഇറാന്റെ ക്രൂരരായ ജയിൽ അധികൃതർ കാലങ്ങളായി അതിരൂക്ഷമായ പീഡനമുറകളാണ് ഉപയോഗിക്കുന്നത്. തടവിലാക്കപ്പെട്ടവരുടെ കൈകാലുകൾ ബന്ധിച്ച് ഒരു കമ്പിയിൽ തൂക്കിയിടുന്ന ചിക്കൻ കബാബ് എന്ന് ചോദ്യം ചെയ്യുന്നവർ വിളിക്കുന്ന അതിവേദനാജനകമായ പീഡന മുറകളെ കുറിച്ച് ആംനസ്റ്റി മുൻപും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘനേരം ഇത്തരത്തിൽ തൂക്കിയിടുന്നത് ശരീരത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കും. മുഖം തുണി കൊണ്ട് മൂടി വെള്ളമൊഴിച്ചുള്ള പീഡനം, തൂക്കിലേറ്റിയോ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ നിർത്തിയോ ഉള്ള വ്യാജ വധശിക്ഷാ നാടകങ്ങൾ, ഉറക്കം കെടുത്തുക, കൊടും ചൂടിലോ തണുപ്പിലോ വിടുക, അമിതമായ വെളിച്ചമോ ശബ്ദമോ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ തളർത്തുക, വിരലുകൾ പിഴുതെടുക്കുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തടവുകാരിൽ നിന്ന് കുറ്റസമ്മതം നടത്തിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിർബന്ധിതമായി ചെയ്യുന്ന കുറ്റസമ്മതങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യാറുമുണ്ട്. ഇവയെല്ലാം ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇല്ല. നെതന്യാഹു അത് ചെയ്തു, ജൂതപ്പട ഇത് ചെയ്തു എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇത് കാണാറുണ്ടോ? ഇനിയും ഇദ്ദേഹം ഇത് ചെയ്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബാലികമാരെ പോലും അവരെ വധത്തിന് വിധിക്കുന്നതിനു മുമ്പ്, അത് നടപ്പിലാക്കുന്നതിനു മുമ്പ് സൈനികർ ക്രൂരമായി ബലാത്കാരം ചെയ്യണമെന്നും അങ്ങനെ ചെയ്താൽ മാത്രമേ അവർ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂ എന്നും ഉത്തരവ് കൊടുത്തിട്ട് അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഡിജിറ്റൽ ക്യാമറയും സെറ്റ് ചെയ്ത് ഒളിഞ്ഞു നോക്കുന്ന ആയത്തുള്ള അലി ഖുമേനിയുടെ ക്രൂരതകൾ ഇനി എത്ര വേണം? സ്വന്തം ജനതയോടാണ് ഈ ചെയ്യുന്നതല്ല. എന്നാലും അലിയാർ കാസിമിയെ പോലെയുള്ളവരുടെ വാദമനുസരിച്ച് ആയത്തുള്ള അലി ഖുമേനി മുസ്ലിമാണ്. അയാളിനെയും ഗൾഫ് കൺട്രീസിനെ ഒക്കെ നമുക്ക് അന്നം തരുന്ന രാജ്യങ്ങളെയൊക്കെ നാമാവശേഷമാക്കിയാലും ശരി, അയാളൊരു ഇസ്ലാം മതവിശ്വാസിയല്ലേ, അയാളൊരു മുറിയനല്ലേ. അതുകൊണ്ട് 1000 ആളുകളുടെ തലയന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിലും ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ബാലുശ്ശേരിമാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്വന്തം ജനതയെ ക്രൂരമായി കൊന്നൊടുക്കി ആസ്വദിക്കുന്ന, അതിനകത്തൊരു ആത്മനിർവൃതി കണ്ടെത്തുന്ന ആയത്തുള്ള ഖുമേനിമാരായിരുന്നാലും ശരി, നമ്മൾ ഇസ്ലാമിന്റെ കാരുണ്യം എവിടെയാണോ അവിടെ നിൽക്കണം. പ്രവാചകൻ ബനൂ ഖുറൈളക്കാരോട് ചെയ്തതും, തന്നെ എതിർത്ത് കവിത എഴുതിയ, തന്നെ വിമർശിച്ച ആളുകളെയൊക്കെ എങ്ങനെയാണോ പ്രവാചകൻ കൊലപ്പെടുത്തിയത്, ഇല്ലാതാക്കിയത്, എങ്ങനെയാണോ പിഴച്ചോൻ പഠിപ്പിച്ചത്, അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം എന്ന് പഠിപ്പിച്ച ഈ മഹത്തായിട്ടുള്ള ഇസ്ലാമിനെ ജനങ്ങൾക്കൊന്ന് വിഭാവനം ചെയ്തു കൊടുക്കാൻ ഒരു ഇറാനെങ്കിലും വേണ്ടേ? ഒരു താലിബാൻ വേണ്ടേ? ഒരു ഐസിസ് വേണ്ടേ? ഒരു ഹമാസ് വേണ്ടേ? അവരെ എതിർക്കാൻ ഒരു നെതന്യാഹു എങ്കിലും വേണ്ടേ? നിങ്ങൾ ഇത്രയും വില്ലന്മാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു നെതന്യാഹു എങ്കിലും നീതിക്കു വേണ്ടി ഒന്ന് ശബ്ദമുയർത്തണ്ടേ? നന്ദി.